അന്ധകരണ പ്രത്യാഹാരം, അന്ധകരണങ്ങൾ, ചിത്തം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം, അതെയും കൺട്രോൾ ചെയ്യണം. എന്നാലേ ജീവിതത്തിൽ നല്ല രീതിയിൽ ഒരു യോഗിയായിട്ട് മാത്രമല്ല, ജീവിതത്തിൽ ഒരു നല്ല ബിസിനസ്മാൻ, നല്ല ഒരു ഡോക്ടർ, നല്ല ഒരു എഞ്ചിനീയർ, ലൗകികത്തിൽ സക്സസ്ഫുൾ വരണമെങ്കിലും അന്ധകരണ പ്രത്യാഹാരം വേണം. ചിത്തം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം. അപ്പോൾ ബുദ്ധിയെയും അഹങ്കാരത്തെയും பயன்படுത്തി മനസ്സിനെ കൺട്രോൾ ചെയ്ത് സേവിങ് ചെയ്ത് ആ സേവ്ഡ് എനർജിയെ ചിത്തത്തിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താലേ. നമസ്കാരം, ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിദ്ധർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ പ്രത്യാഹാരം, ശിവയോഗ പ്രത്യാഹാരത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞാൽ അറിയാം എല്ലാവർക്കും. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എല്ലാം അസെൻഡിങ് ഓർഡറാണ്. യമത്തെക്കാട്ടിലും കൂടുതൽ വെയിറ്റ് ഉള്ളതാണ് നിയമം, അതിനെക്കാട്ടിലും പവർ കൂടിയത് ആസനം, അതിനെക്കാട്ടിലും പവർ കൂടിയത് പ്രാണായാമം, അതിനെക്കാട്ടിലും പവർ കൂടിയത് പ്രത്യാഹാരം, അതിനെക്കാട്ടിലും പവർ കൂടിയത് ധാരണ, അതിനെക്കാട്ടിലും പവർ കൂടിയത് ധ്യാനം, പിന്നെ സമാധി ടൈപ്സ്. ഇങ്ങനെയാണ് അസെൻഡിങ് ഓർഡറിൽ ഒരു പടികെട്ട് മാതിരിയാണ്. എല്ലാം ഈക്വൽ ഒരു ഹയർ സ്റ്റേജസ്. പക്ഷേ ഇപ്പോൾ ഉള്ള സീനറിയിൽ, ഇപ്പോൾ ഇന്ത്യയിൽ ശരി, ഇൻ്റർനാഷണൽ ലെവലിലും ശരി, യമം നിയമത്തെ അവർ പറയുന്നില്ല. അത് മിസ്സിംഗ് ലിങ്ക്, അത് ഏത് യോഗ സെൻറ്ററിലും പറയില്ല. ഇത് യോഗ എന്നുള്ളത് ഒരു സ്പിരിച്വൽ എക്സസൈസ് ആയതുകൊണ്ട് അതിന് ചില ഇതൊക്കെ ചെയ്യണം. ആഹാര രീതി, ദേഷ്യപ്പെടാൻ പാടില്ല, അന്നദാനം ചെയ്യണം, ദൈവ വിശ്വാസം വേണം, ഇങ്ങനെ പല ഇതുകളുണ്ട്. അതൊക്കെ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് തിരുമൂലർ പറയാണ്. തമിഴിൽ ശിവയോഗങ്ങളുടെ ആഗമങ്ങളെ തമിഴിൽ എഴുതി വെച്ചത് തിരുമൂലർ മഹർഷി. അപ്പോൾ തിരുമൂലർ മഹർഷി ഇതൊക്കെ പറയുന്നുണ്ട്. ഇതേമാതിരി യാജ്ഞവല്യരും പറയുന്നുണ്ട്. യോഗ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, അതിനും മതമില്ല, അങ്ങനെ പറയുന്നത് ചുമ്മാ കള്ളം. ഇത് ഹിന്ദുമതത്തിലുള്ള ശരീര, ക്രിയ, യോഗം, ജ്ഞാനം അതിലുള്ള ഒരു പാർട്ടാണ്. അത് പാർട്ട് ഓഫ് ഹിന്ദു ഒബ്സർവൻസസ്. ശരിയ ക്ഷേത്രത്തിൽ വഴിപെടുക, ക്രിയ വീട്ടിൽ തന്നെ പല ഹോമം പൂജയൊക്കെ ചെയ്ത് നിങ്ങൾ വഴിപെടാം. പിന്നെ ഈ സ്പിരിച്വൽ എനർജി ബോഡീസ് നിങ്ങളുടെ ആധാരങ്ങളിൽ, നിങ്ങളുടെ ദേഹത്ത് തന്നെ ആസ്ട്രൽ ബോഡിയിൽ കൊണ്ട് നിലനിർത്തുന്നതാണ് യോഗ. അടുത്ത ജ്ഞാനം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ജ്ഞാനിയായി മുക്തി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് പാർട്ട് ഓഫ് ഹിന്ദു റിലീജിയൻ. അത് മതം ഇല്ലാത്തതൊന്നുമില്ല. അത് ഒരുപാട് പേര് അങ്ങനെ തെറ്റായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്തോന്ന് വെച്ചാൽ പ്രത്യാഹാരം, യമം, നിയമം, ഒരു വിശീലനം, ആസനം, കുറച്ച് ആസനങ്ങളൊക്കെ ഫെമിലിയർ യോഗ സെൻറ്ററിൽ നിന്ന് നടത്തുന്നതൊക്കെ ആസന പറ്റിയാണ് കൊടുക്കുന്നത്. ദിസ് ഈസ് ഫിസിക്കൽ എക്സസൈസ് പോർഷൻ ഓഫ് യോഗ. ഫിസിക്കൽ ബോഡിയെ യോഗയ്ക്ക് ട്യൂൺ ചെയ്യുന്നത് എങ്ങനെ? യോഗ എന്ന് പറയുന്നത് ഫൈനൽ എനർജി കോൺഷ്യസിനോടെ റൈസ് ആവുന്നതാണ്. ബിക്കം വൺ വിത്ത്, അതാണ് യോഗ. അപ്പോൾ അതിനുവേണ്ടി ഫിസിക്കൽ ബോഡി അതിന് ട്യൂൺ ആകണം. അതിനു വേണ്ടിയാണ് യോഗാസനം ഇതൊക്കെ ചെയ്യുന്നത്. അത് ഫിസിക്കൽ എക്സസൈസ് പോർഷൻ. അടുത്തത് നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ പ്രാണായാമ പോർഷൻ. ഇപ്പം നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ് പോർഷൻ ഇപ്പോൾ മുഖ്യമായിട്ട് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ, ബാബ രാംദേവ്, അയ്യങ്കാർ, ഇങ്ങനെ പലരുടെ കോൺട്രിബ്യൂഷൻ. അവർ യോഗ ആസനങ്ങളിൽ റിസർച്ച് ചെയ്ത് സൈസായിട്ട് അത് എങ്ങനെ എന്നുള്ളത് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്. അത് പ്രാണായാമം, അതവിടെ ഹയർ സ്റ്റേജ്. അത് ഇപ്പോൾ പലരും പല പ്രാണായാമത്തെ മാത്രം പറയുന്ന ഗുരുജികളൊക്കെ ഉണ്ട്. അതിൽ രവിശങ്കർജിയൊക്കെ അതിൽ ആ ടൈപ്പിൽ വരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഹയർ സ്റ്റേജാണ് ഞാൻ ഡീൽ ചെയ്തത്. ഞാൻ പഠിപ്പിക്കുന്നതെല്ലാം ആസനം, പ്രാണായാമം അത് ആവശ്യത്തിന് എടുക്കും. പക്ഷേ എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇത് മറ്റാരും ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ സ്പെഷ്യലൈസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രത്യാഹാരം എന്ന് പറയുന്നത് ഒരു പരീക്ഷ അടുത്ത സ്റ്റേജിൽ ധ്യാനത്തിലും എല്ലാത്തിനും ഹയർ സ്റ്റേജ് പോകാൻ അത്യാവശ്യമാണ്. അപ്പോൾ ആഹാരം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉൾപ്പെടുന്ന പ്രത്യാഹാരം എന്ന് വെച്ചാൽ വിട്രാ ഫ്രം ഫീഡിങ്. എന്തോന്ന് വിട്രാ ഫ്രം ഫീഡിങ്? അപ്പോൾ ഈ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ രണ്ട് സൈസ്, രണ്ട് വിധമായിട്ട് പ്രയോജനപ്പെടും. നമ്മൾ ഈ നാലെഡ്ജ്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, നാലെഡ്ജ്, ഇന്ദ്രിയം, അതിനെ അടയാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്. അത് നല്ലതാണ്. പഠിക്കുന്നത്, കേൾക്കുന്നത്, ഇതൊക്കെ ത്രൂ ജ്ഞാനേന്ദ്രിയസാണ്. ഒരു ന്യൂ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അത് കാണുന്നു, പിന്നെ അത് സ്മെൽ ചെയ്ത് നോക്കുന്നു, തൊട്ട് നോക്കുന്നു, ബ്രെയിനിൽ റെക്കോർഡാകുന്നു.
ഇങ്ങനെയാണ് നാലേജ് ഡാറ്റ ബ്രെയിനിൽ കിട്ടുന്നത്. ഓരോരുത്തർ കിട്ടുന്ന ഡാറ്റ നോളജും ഡിഫറെൻറ്റ്. ബയോളജി പഠിക്കുന്നവർക്ക് കിട്ടുന്ന ഡാറ്റ അവർ തലയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ഒരു വിധം, ഫിസിക്സ്, കെമിസ്ട്രി, ഇങ്ങനെ ഓരോരുത്തർക്കും ഒவ்வொரு വിധമായിട്ടുള്ള നോളജ് കിട്ടുന്നത്. അതൊക്കെ ഇങ്ങനെ ഈ ജ്ഞാനേന്ദ്രിയം വഴി കിട്ടുന്നതാണ്. പക്ഷേ ഇതേ ജ്ഞാനേന്ദ്രിയങ്ങളെ വെച്ച് തന്നെ എൻജോയ്മെൻറ്റ്, ലൗകിക എൻജോയ്മെൻറ്റിനും ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ തന്നെ. ഈ മനുഷ്യൻ വന്ന് ഈ എൻജോയ്മെൻറ്റ് സമയത്തിലാണ് കൂടുതൽ എനർജി വേസ്റ്റ് ചെയ്യുന്നത്. ജ്ഞാനേന്ദ്രിയ ഒരുപാട് സൈറ്റ് സീയിങ് വേണ്ടി സ്വിറ്റ്സർലാൻഡിൽ ചിലവ് ചെയ്തു പോവുക, ഹിമാലയത്തിൽ അതെക്കാട്ടിലും ഇതുകൊണ്ട് അവിടെ പോവില്ല, അങ്ങോട്ട് ചിലവ് ചെയ്തു പോവുക, ഒരു ഹോട്ടലിൽ നോർമൽ ഹോട്ടൽ ഹെൽത്തി ഫുഡ് നോക്കില്ല, ടേസ്റ്റ്. അപ്പോൾ വലിയ സ്റ്റാർ ഹോട്ടലിൽ അവർ എന്തൊക്കെ കുക്കിംഗ് റീകുക്കിംഗ് ഒക്കെ ചെയ്ത് ടേസ്റ്റ് വരെ വെച്ചിരിക്കും. അപ്പോൾ അതിനോട്ട് പോയി വാങ്ങുക. ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങൾ നമ്മൾ ബലിയാകാൻ പാടില്ല. ജ്ഞാനേന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ എത്ര പ്രാവശ്യം എത്ര പെർസെൻറ്റേജ് കൺട്രോൾ ചെയ്യുന്നോ അത്രയ്ക്കുമുള്ള എനർജി സേവ് ആവും. അപ്പോൾ ഈ സേവ്ഡ് എനർജിയാണ് കുണ്ടലിനി റൈസിനും ആത്മീയത്തിനും എല്ലാത്തിനും ഹെൽത്ത് റിക്കവറിക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിന് ജ്ഞാനേന്ദ്രിയ പ്രത്യാഹാരമുണ്ട്. ജ്ഞാനേന്ദ്രിയ പ്രത്യാഹാരത്തിൽ അത് എവിടെയെന്ന് വെച്ചാൽ ഒരു ആധാരം, അതിൻ്റെ തന്മാത്ര, അതിൻ്റെ ജ്ഞാനേന്ദ്രിയ, ഇതിനുള്ള ബീജമന്ത്രങ്ങൾ കണക്ട് ചെയ്തെടുത്ത് അതിനെ ഒരു മുദ്രകൾ യൂസ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് ആക്ടിവേറ്റ് ആൻഡ് കൺട്രോളിൽ വരും. അതേമാതിരി നാക്ക്, മൂക്ക്, കാത്, സ്കിന്ന്, ഇതെല്ലാത്തെയും ആക്ടിവേറ്റ് ചെയ്യാനുള്ള ആധാരങ്ങൾ പ്ലസ് തന്മാത്രകൾ പ്ലസ് അതിനുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾക്കുള്ള ബീജമന്ത്രങ്ങൾ, ഇതിനെയൊക്കെ കണക്ട് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് പ്രത്യാഹാരം. ഇപ്പോൾ മൂക്കിനെ പ്രത്യാഹാരം ചെയ്യണമെങ്കിൽ മൂലാധാരത്തിൻ്റെ ബീജമന്ത്രം, സ്മെല്ലിനുള്ള തന്മാത്രയുടെ ബീജമന്ത്രം, ഇങ്ങനെ ഒന്നിനും മൂന്ന് ബീജമന്ത്രങ്ങൾ വെച്ച് നാക്കിനാണെങ്കിൽ സ്വാധിഷ്ഠാനം, നാക്ക്, മണിപുരമാണെങ്കിൽ കണ്ണിനാണെങ്കിൽ മണിപുരകം, രൂപം, കണ്ണ്, ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളെ കണക്ട് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത്, ആക്ടിവേറ്റ് ആൻഡ് കൺട്രോൾ, അതാണ് പ്രത്യാഹാരം. അതിനുള്ള പരീക്ഷ ഞാൻ പ്രാക്ടിക്കലായി കൊടുക്കുന്നത്. അതേമാതിരി നാഡിത്രയ പ്രത്യാഹാരം, പിംഗല സുഷുമ്ന ഓപ്പൺ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് അത് കൺട്രോൾ ചെയ്യാനുള്ള മന്ത്രങ്ങളും മുദ്രകളും ഉണ്ട്. അത് പറ്റിയും ക്ലാസ് എടുക്കുകയാണ്. അന്ധകരണ പ്രത്യാഹാരം, അന്ധകരണങ്ങൾ, ചിത്തം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം, അതെയും കൺട്രോൾ ചെയ്യണം. എന്നാലേ ജീവിതത്തിൽ നല്ല രീതിയിൽ ഒരു യോഗിയായിട്ട് മാത്രമല്ല, ജീവിതത്തിൽ ഒരു നല്ല ബിസിനസ്മാൻ, നല്ല ഒരു ഡോക്ടർ, നല്ല ഒരു എൻജിനീയർ, ലൗകികത്തിൽ സക്സസ്ഫുൾ വരണമെങ്കിൽ അന്ധകരണ പ്രത്യാഹാരം വേണം. ചിത്തം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം. അപ്പോൾ ബുദ്ധിയെയും അഹങ്കാരത്തെയും பயன்படுത്തി മനസ്സിനെ കൺട്രോൾ ചെയ്ത് എനർജിയെ സേവിങ് ചെയ്ത് ആ സേവ്ഡ് എനർജിയെ ചിത്തത്തിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് യോഗിയാവാൻ പറ്റും, സിദ്ധനാവാൻ പറ്റും. അപ്പോൾ ഇതിനുള്ള ടെക്നിക്കൊക്കെ അതായിരിക്കുന്നത്. അപ്പോൾ മൂലാധാരം, അതിനുള്ള ആധാരങ്ങൾ, അത് ചിത്തത്തിനുള്ള ബീജങ്ങളൊക്കെ ചേർത്ത് ധ്യാനം ചെയ്യുമ്പം പെട്ടെന്ന് പ്രത്യാഹാരം വരും. അല്ലാതെ നിങ്ങൾ പ്രത്യാഹാരം കൺട്രോൾ ദി സെൻറ്റർ കൺട്രോൾ എന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കാം. പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇരിക്കുന്നു. ശിവയോഗത്തിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട്. ആ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്താലേ പെട്ടെന്ന് കൺട്രോളിൽ വരും. അതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ട്. അത് ഡെയിലി 1 അവർ വെച്ച് 12 ദിവസത്തിൻ്റെ ക്ലാസ് ഇല്ല, നേരെ വന്നാൽ 1 ഡേയിൽ ഈ പ്രത്യാഹാര കോഴ്സ് ഞാൻ ക്ലാസ്സസ് നടത്തുന്നുണ്ട്. ഈ പ്രത്യാഹാര ക്ലാസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അത് നടത്തുന്ന ആൾക്ക് കുറവ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. നന്ദി, നമസ്കാരം.